നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇറാൻ ഏതാണ്ട് പരിപൂർണമായി തന്നെ തീർന്നിരിക്കുന്നു. ഇറാന് മുന്നിൽ ഇനി മാപ്പ് പറഞ്ഞ് കീഴടങ്ങൽ മാത്രമേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഇറാൻ ഇനി മാപ്പ് പറഞ്ഞ് കീഴടങ്ങുകയാണ് നല്ലത്. ഇറാന്റെ ശക്തി മുഴുവൻ ചോർന്നു പോയിരിക്കുന്നു. ഇറാന്റെ പക്കൽ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. അതുകൊണ്ട് ഇനി ഇറാൻ മാപ്പ് പറഞ്ഞ് കീഴടങ്ങി തങ്ങളുടെ വരുതിയിലേക്ക് വന്നില്ല എങ്കിൽ ഇറാനെ പരിപൂർണമായി ഞങ്ങൾ അങ്ങ് ഇല്ലാതാക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അദ്ദേഹം അത് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ പരസ്യമായി തന്നെ കുറിച്ചിട്ടുണ്ട്. അത് നോക്കുക. ഇറാൻ വിച്ച് ഈസ് ബീയിങ് ബീറ്റ് ടു ഹെൽ ഹാസ് അപ്പോളജൈസ്ഡ് ആൻഡ് സറണ്ടേർഡ് ടു ഇറ്റ്സ് മിഡിൽ ഈസ്റ്റ് നെയ്ബേഴ്സ് ആൻഡ് പ്രോമിസ്ഡ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ഷൂട്ട് അറ്റ് ദം എനിമോർ. This promise was only made because of the relentless US and Israeli attack. ആദ്യ വരിയിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം പ്രശംസിക്കുകയും തൻ്റെ യുദ്ധം ഒരു വിജയമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ഇറാനെ വിശേഷിപ്പിക്കുന്നത് നരകത്തിലേക്ക് ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെ, അതായത് ഞങ്ങൾ വധിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന് ഒടുവിൽ ഒരു ബോധോദയം എന്ന മട്ടിൽ ഒരു തോന്നലുണ്ടാകുന്നു. അവര് ചുറ്റുമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് മാപ്പിരന്നിരിക്കുന്നു. അത് ഞങ്ങളുടെ, അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരന്തരമായ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ ഒരു മാറ്റമാണ് എന്നാണ് ആദ്യം തന്നെ ട്രംപ് പറയുന്നത്. അതായത് അറബ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ല എന്ന് ഇറാൻ പറയുകയും മാപ്പ് പറയുകയും ചെയ്തതിന്റെ ഒരേ ഒരു കാരണം അത് ഞങ്ങൾ നടത്തിയ ആക്രമണമാണ് എന്ന് ട്രംപ് അടിവരയിട്ട് പറയുന്നു. ബാക്കി നോക്കുക. They were looking to take over and rule the Middle East. It is the first time that Iran has ever lost in thousands of years to surrounding Middle Eastern countries. They have said, "Thank you, President Trump." I have said, "You are welcome." Iran is no longer the bully of the Middle East. They were instead the loser of the Middle East and will be for many decades until the surrender or more likely കംപ്ലീറ്റ്ലി കൊളാപ്സ് എന്ന് ട്രംപ് പറയുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് കഴിഞ്ഞ 1000 വർഷത്തിനിടയിൽ ഇറാൻ ആദ്യമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇറാന് സർവവും മിഡിൽ ഈസ്റ്റിൽ, അതായത് പശ്ചിമേഷ്യയിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവര് മിഡിൽ ഈസ്റ്റ് ഭരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി കൊടുക്കാനും അവരെ മുട്ടുകുത്തിക്കാനും 1000 വർഷത്തിനിടയിൽ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്ന് ട്രംപ് തുറന്നടിക്കുന്നു. അതുപോലെ തന്നെ ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഇറാനെ ഈ വിധത്തിൽ തകർത്തതിന് ട്രംപിനോട് നന്ദി പറഞ്ഞു എന്നാണ് ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. അപ്പൊ ട്രംപ് എന്ത് പറഞ്ഞു? പകരം യു ആർ വെൽക്കം എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഒരു ശക്തി കേന്ദ്രമൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുഴുവൻ ആക്രമിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. ഇപ്പോൾ ഇറാൻ ദ ലോസർ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ആയി മാറിയിരിക്കുന്നു. അതായത് ഏറ്റവും പരാജയപ്പെട്ടവനായി, പശ്ചിമേഷ്യയിലെ പരാജിതനായി ഇറാൻ മാറിയിരിക്കുന്നു എന്നാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ട്രംപ് പറയുന്നത്. ടുഡേ ഇറാൻ വിൽ ബി ഹിറ്റ് വെരി ഹാർഡ് under serious consideration for complete destruction and certain death because of Iran's bad behavior are areas and groups of people that were not considered for targeting up until this moment in time. Thank you for your attention to this matter. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ സമയം വൈകിട്ട് 4:41 ട്രൂത്ത് സോഷ്യലിൽ ഇദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് വരാൻ പോകുന്നത്. അതായത് ഇറാന്റെ പരിപൂർണമായ നാശം ഇന്ന് രാത്രി ഉണ്ടാകും. ഞങ്ങൾ ഇന്ന് വളരെ കഠിനമായി തന്നെ ഇറാനെ ആക്രമിക്കും. അതായത് 4 മണിക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഇന്നെന്ന് പറയുമ്പോൾ അർദ്ധരാത്രി 12 മണി വരെയുള്ള സമയമാണ്. സമയത്തിനിടയിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു വലിയ ആക്രമണം ഇറാനിലേക്ക് നടത്തി ഇറാനെ പരിപൂർണമായി നശിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വൈകാതെ തന്നെ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇറാന്റെ സർവനാശമാണ് ഉണ്ടാവുക. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പരാജിതനായി ഇറാൻ മാറും എന്നൊക്കെയാണ് ട്രംപ് വെല്ലുവിളിക്കുന്നത്. അപ്പൊ ഇതോടെ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ പശ്ചിമേഷ്യയിൽ നടത്തിയിട്ടുള്ള ഒരു നീക്കം
ഒരു നയതന്ത്ര നീക്കം. അത് ഗൾഫ് രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിയുന്നു. അമേരിക്കയുടെ തന്ത്രം അതായിരുന്നു. അറബ് രാജ്യങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത് കാലങ്ങളായിട്ട് അമേരിക്ക ചെയ്യുന്ന ഒരു തന്ത്രമാണ്. മുമ്പ് ഇറാഖ് ഇറാൻ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് 8 വർഷത്തോളം നീണ്ടു നിന്ന ആ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് അമേരിക്കയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അഫ്ഗാനിലേക്ക് നടന്ന അധിനിവേശ സമയം നമുക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിലും അമേരിക്ക പശ്ചിമേഷ്യയിൽ ഒരു വല്ലാത്ത കളി കളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പശ്ചിമേഷ്യയിൽ ഒരു ഐക്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇറാന്റെ എന്നത്തെയും വലിയ സ്വപ്നം. ഇറാൻ പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന്. OIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ യോഗത്തിലായാലും അതുപോലെ തന്നെ അറബ് ലീഗിന്റെ യോഗങ്ങളിലായാലും ഇസ്രായേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഗസയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ട യോഗങ്ങളിലാണെങ്കിലും ഒക്കെ കൃത്യമായി ഇറാൻ പറയാറുള്ള ഒരു നിലപാട്, അറബ് രാജ്യങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കണം, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യം വേണം, പാശ്ചാത്യ ശക്തികളെ ഈ മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കണമെന്ന് ഇറാൻ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് അറബ് രാജ്യങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളാറുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറാൻ പറഞ്ഞതുപോലെ പിന്നീട് കാര്യങ്ങൾ മാറുന്ന ഒരു സമയമുണ്ടായി. അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ കാര്യത്തിൽ, ഗസ വിഷയത്തിലൊക്കെ ഇറാൻ ആദ്യം മുതലേ പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ അവരെ തടഞ്ഞില്ലെങ്കിൽ ഗസയെ പരിപൂർണമായി അവർ ഇല്ലാതാക്കും, ഗസയിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകും. അതൊക്കെ തന്നെ പിന്നീട് സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ വിചാരിച്ചത് അറബ് രാജ്യങ്ങൾക്ക് മേൽ ഒരു വലിയ ആക്രമണമല്ല, മറിച്ച് US-ന്റെ അറബ് കേന്ദ്രങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇറാന്റെ ലക്ഷ്യം. പക്ഷേ ആ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങളിൽ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു ആക്രമണമെങ്കിലും അതിനിടയിൽ ജനവാസ മേഖലകളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. അത് മൊസാദിന്റെ ചാരന്മാർ നടത്തിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇറാൻ പറയുന്നു പല ആക്രമണങ്ങൾക്ക് പിന്നിലും ഞങ്ങളല്ല, എന്നാൽ ചില ആക്രമണങ്ങൾക്ക് പിന്നിൽ ഞങ്ങളാണ്, ഞങ്ങൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ എന്നും ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ ഇത് വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ജനങ്ങൾക്ക് അത്യാവശ്യം ഭീതിയുണ്ട്. അവിടുത്തെ ഭരണകൂടം ചിലയിടങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ കരുതിയത് അറബ് രാജ്യങ്ങൾ യുദ്ധം നിർത്താൻ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നായിരുന്നു. പക്ഷേ അമേരിക്ക ഇതിനെ ഉപയോഗിച്ചത് അറബ് രാജ്യങ്ങളെ ഇറാനുമായി തെറ്റിക്കാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറാൻ ഇനിയും അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളല്ല ആക്രമിക്കപ്പെടേണ്ടത്, മറിച്ച് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക സെറ്റപ്പുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇറാന്റെ ആക്രമണം കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നുണ്ട്. ആ ആക്രമണത്തിന്റെ ഫലമായിട്ട് അമേരിക്കയുടെ റഡാറുകൾ ജോർദാനിൽ വ്യാപകമായി തകർന്ന സാഹചര്യമുണ്ടായി. ഈ റഡാറുകൾ വെച്ചിട്ടാണ് ശത്രുവിന്റെ നീക്കങ്ങൾ അമേരിക്ക കൃത്യമായി അറിയുന്നത്. അപ്പോൾ അതിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി. അമേരിക്കയുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതായി വാർത്തകൾ പുറത്തു വരുന്നു. അതേസമയം ഇസ്രായേലിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ അടക്കമുള്ള നൂതന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ കപ്പലുകളെ ലക്ഷ്യമിട്ട്, ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമിട്ടൊക്കെ ഇറാൻ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ യുദ്ധ സ്ട്രാറ്റജി മാറ്റിയതാണ്. അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് നിർത്തിയിട്ട് മറ്റിടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുക എന്ന സ്ട്രാറ്റജിയിലേക്ക് ഇറാൻ പോയി. ഇറാൻ ഇത് പറയുകയും ചെയ്തു, ഞങ്ങൾ സഹോദരങ്ങളോട് ചെയ്തതിന് മാപ്പ് എന്ന് മാത്രമല്ല, നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്, ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്, അതുകൊണ്ട് നമ്മൾ ഇനി സംഘർഷത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞൊരു പുതിയ നയതന്ത്ര നീക്കത്തിലാണ് ഇറാൻ കവാടം തുറന്നത്. പക്ഷേ അപ്പോഴേക്കും ട്രംപ് അവിടെ വന്നിട്ട് ഇത് ഞങ്ങളെ പേടിച്ചിട്ടാണ് എന്ന് പറയുകയാണ്. ശരിക്കും ഇറാൻ ട്രംപിനെ പേടിച്ചിട്ടാണ് ഇങ്ങനൊരു നിലപാടെടുത്തതെങ്കിൽ അത് ആദ്യം പ്രഖ്യാപിക്കേണ്ടത് ട്രംപാണ്. ട്രംപ് പറയുകയാണ്, ഞങ്ങളെ പേടിച്ച് ഇറാൻ പിന്മാറുകയാണ്. പക്ഷേ ഇറാൻ അതൊരു നയതന്ത്ര നീക്കമായി പ്രഖ്യാപിക്കുകയും അറബ് രാജ്യങ്ങളുമായി നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറയുകയും അപ്പുറത്ത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ഈ റഡാറുകൾ പോലുള്ള സാധനങ്ങൾ ടാർഗറ്റ് ചെയ്യുകയും അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ട്രംപിന് പെട്ടെന്ന് മനസ്സിലായത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അതോടുകൂടി ട്രംപ് വീണ്ടും ഇറാന് ഭീഷണിയുമായി ഇറാൻ തോറ്റു എന്ന നിലയിലേക്കൊക്കെ രംഗത്ത് വരികയാണെന്ന് മാത്രമല്ല, ഇറാൻ പിടിച്ചെടുത്താൽ ഇനി ഞങ്ങൾ നേരെ ക്യൂബയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വിഷയം ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ തീർന്നിട്ട് വേണ്ടേ ക്യൂബയിലേക്ക് പോകാൻ? ഇറാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇറാനിലൊന്നും ഇതുവരെ അമേരിക്ക ചെയ്തിട്ടില്ല. കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ യുദ്ധത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും അമേരിക്കയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇറാൻ തിരിച്ചടി ശക്തമാക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ നയപരമായ പുതിയ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് ഞങ്ങളെ പേടിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ട്രംപ് ഇറങ്ങി തിരിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വലിയ വെല്ലുവിളി ട്രംപ് നടത്തിയത്, എന്തായാലും ഈ യുദ്ധത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പദ്ധതികൾ മാറുന്നു, ഇറാൻ കുറെ കൂടി കരുത്താർജിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾ
ഉദ്ദേശിക്കാത്ത പലതും സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഭയന്നത് പലതും സംഭവിക്കുന്നു എന്നതൊക്കെയുള്ള അമേരിക്കയുടെ വലിയ ഭീതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധപ്രതീക്ഷകൾ താളം തെറ്റുന്ന അടിസ്ഥാനത്തിലൊക്കെ ട്രംപ് പുതിയ വെല്ലുവിളികളുമായി രംഗത്ത് വരികയാണ്. ഇറാനെ ഭയപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇറാനെ ഞങ്ങൾ കീഴ്പ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഏകപക്ഷീയമായി വിജയം പ്രഖ്യാപിക്കാനായി ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് മനസ്സിലാക്കേണ്ടത്.